ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ആക്ച്വലി ഒരു കാര്യം ചെയ്യാം, ഞാൻ സെപ്റ്റംബറിലേക്കുള്ള റീഡിങ് എടുക്കാം. ഓക്കെ, ചെറുതായിട്ട് ഒരു ക്വിക്ക് ചെക്ക് മാത്രമേ, ലോങ് റീഡിങ് ആവുന്നില്ല. ബട്ട് സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് ഓവറോൾ നിങ്ങൾക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ, സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് അല്ലേ? സെപ്റ്റംബറിലേക്ക് 7 of Cups, ഓക്കെ, Knight of Air, Release, Wheel of Fortune, and the Magician. Very good. I like this. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് മെയിനായിട്ട് ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. ഓക്കെ, നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട്, നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫ്രീ മൈൻഡോടെ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് റിലാക്സ് ആവുന്ന പോലെ. ഓക്കെ, ഒരുപാട് സ്ട്രെസ് ആയിട്ടിരുന്ന സമയം, അല്ലെങ്കിൽ രാത്രി ഉറക്കം പോലും പോകുന്ന ആ ഒരു രീതിയിലുള്ളത്, അതൊക്കെ ഒന്ന് മാറി വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് ആയിരിക്കാം, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചേഞ്ചസ് ആയിരിക്കാം, രണ്ടായാലും. ഓക്കെ, ഇവിടെ ഒരു ലിബറേഷനാണ്, ഫ്രീഡമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രെസ്സിൽ നിന്നുള്ള ഫ്രീഡമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും സിറ്റുവേഷൻ ഒഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ മാറുന്നു എന്ന് അങ്ങനെയാവാം. കുറച്ച് പേർക്ക് അങ്ങനെയാവാം. അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തൊക്കെയോ നല്ലതല്ലാത്ത ചിലപ്പോൾ വിട്ടു പോകുന്നുണ്ടാവാം. ചിലത് നിങ്ങൾ അതിനെ വിട്ട് കളയുന്നുണ്ടാവാം, നിങ്ങളുടെ ടെൻഷൻസ് വിട്ട് കളയുന്നുണ്ടാവാം, നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കാം, നിങ്ങൾ തന്നെ ചില ചേഞ്ചസ് വരുത്തുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസ് ഓപ്പൺ അപ്പ് ആവും. ഇങ്ങനെ നമ്മൾ ഈ ഒരു മാറ്റം നമ്മൾ വരുത്തുമ്പോൾ, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഐ തിങ്ക് യെസ്, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. ഐ ജസ്റ്റ് വാണ്ട് ടു ഒരു കാര്യം ചെയ്യാം, ഇവിടെ വെച്ചേക്കാം, ആ ലൈനിൽ തന്നെ ഇവിടെ വെക്കാം. കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ സ്ട്രെസ് ഒഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. ചില മാറ്റങ്ങൾ വരും. ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു ടവർ മൊമെന്റ് ഫീൽ ചെയ്യാം. ടവർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒന്ന് പിടിച്ചൊലയ്ക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം. അതിപ്പോൾ വലിയൊരു ഇവന്റ് ആവണമെന്നില്ല. നമ്മൾ പറയില്ലേ, ഒന്ന് പെട്ടെന്നൊന്ന് നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിയാം, ആ രീതിക്ക്. ഓക്കെ, ഒരു ചേഞ്ചസ് ഇവിടെ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ക്ലാരിറ്റി വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. ഓക്കെ, ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സിറ്റുവേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യണോ? നിങ്ങളെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളാണെങ്കിൽ, നിങ്ങൾക്ക് വിഷമിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ, എന്ത് കാര്യമായാലും ശരി. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ എന്ത് തന്നെയായാലും, എനിക്ക് ആ കിട്ടുന്ന ഇൻഫർമേഷൻ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് നിങ്ങളെ മുന്നോട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിങ്ങളെ സഹായിക്കും. ആൻഡ് ഇവിടെ ഹീലിംഗ് വരുന്നുണ്ട് എന്ന 2 കാർഡ്സ് ഉണ്ട്. നമുക്ക് മുന്നോട്ട് പീസ്ഫുൾ ആയിട്ട്, ഓക്കെ, അത് പറയാം, ലാസ്റ്റ് പറയാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസ് തുറക്കുന്നതായിട്ടാണ് കാണുന്നത് എനിക്ക്. ഈ ഒരു സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ വരും. കുറേ ഓപ്ഷൻസ് കിട്ടും. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ആ രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഐ തിങ്ക് നിങ്ങൾ ബെസ്റ്റ് ചൂസ് ചെയ്യുകയും ചെയ്യും. ആക്ച്വലി അത് മാത്രമല്ല, മേ ബി നിങ്ങൾക്കിപ്പോൾ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലിയുടെ ഓപ്പർച്യൂണിറ്റീസ്, കുറേ ഓപ്പർച്യൂണിറ്റീസ് വരാം. ഒന്നിൽ കൂടുതൽ വരാം. നിങ്ങൾക്ക് അതിൽ നെയ്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോവും ചിലപ്പോൾ. പിന്നെ അല്ലെങ്കിൽ ഈവൻ റിലേഷൻഷിപ്സ് ആയാലും ശരി, ലൈഫിൽ തന്നെ. ഓക്കെ, നിങ്ങൾക്ക് തോന്നും, ഓക്കെ, നമ്മൾ പറയില്ലേ, കുറേ കാലമായിട്ട് സ്റ്റക്കായിട്ടിരുന്നിട്ട് ഒന്നും നീങ്ങുന്നില്ല എന്ന് തോന്നി അവിടെ ഒരുപാട് കാര്യങ്ങൾ വരും. നിങ്ങളുടെ മനസ്സിന് മേ ബി അതിലേക്കും ശ്രദ്ധ വേണം, ഇതിലേക്കും ശ്രദ്ധ വേണം എന്ന രീതിക്ക് കുറേ കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പോകാനുള്ള സാധ്യതയുണ്ട്. അത് പക്ഷേ നല്ല ഇനാണ്. ഓക്കെ, ഇവിടെ എനിക്ക് നെഗറ്റീവ് അല്ല പറയാൻ തോന്നുന്നത്, പോസിറ്റീവാണ്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്കറിയും, ഓക്കെ, എനിക്ക് അവസരങ്ങളുണ്ട്, എൻ്റെ മുമ്പിൽ അവസരങ്ങളുണ്ട്, എനിക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ആക്ച്വലി നൈറ്റ് ഓഫ് സോർട്സ് ആണിത്. ഇത് ആക്ച്വലി നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന കാര്യമാണ്. നിങ്ങൾ ചിന്തിച്ച്, ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. ചിലത് റിലീസിങ് കാണുന്നുണ്ട്. ഓക്കെ, റിലീസിങ്ങും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ നിങ്ങൾ ചിലത് നിങ്ങളുടെ ലൈഫിൽ നല്ലതല്ലാത്തത് നിങ്ങൾ ചിലത് റിലീസ് ചെയ്ത് കളയും. അതൊരു മാറ്റമാണ്. ആ ഒരു ചേഞ്ച് നിങ്ങൾ കൊണ്ടുവരും. യെസ്, അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. യൂണിവേഴ്സായിട്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. ചില സൈക്കിൾസിൻ്റെ കാര്യമായിരിക്കും, കർമ്മയുടെ കാര്യമായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില കർമ്മ മാറിപ്പോകുന്ന കാര്യമാണ്. നിങ്ങൾക്കൊരു, നമ്മൾ പറയില്ലേ,
നല്ലത് വരാൻ പോകുന്നു എന്ന രീതിക്കാണ്. ലക്കാണ്, ചേഞ്ചസ് ആണ്, പ്രോഗ്രസ് ആണ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിലൊക്കെ നിങ്ങൾക്കൊരു പ്രോഗ്രസ് കാണും. അതായത് മുന്നോട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മൾ ഈ 1-2 ദിവസത്തിൻ്റെ ഇടയിലും നമ്മൾ പറഞ്ഞ കാർഡ്സ് ഇങ്ങനെയാണ് വന്നത്. സോ യെസ്, ഒരു ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്. ബട്ട് ഈ ചേഞ്ചസ് വരുന്നത് എപ്പോഴും പുറമേ മാത്രമല്ല, എപ്പോഴും ആദ്യം അത് തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ഓക്കെ, ഈ ഒരു മാറ്റം തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിലാണ്. അതായത് ഈ ഒരു സ്ട്രെസ്, ഈ ഒരു ടെൻഷൻ, ഇത് നിങ്ങളെ ശരിക്കും സ്റ്റക്കായിട്ട് ഇരുത്തിയിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുമ്പോൾ, നിങ്ങളൊരു മാറ്റം നിങ്ങളിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സ് ഫ്രീ ആവും. ഓക്കെ, മനസ്സ് ഫ്രീ ആയിട്ട് നിങ്ങൾ തന്നെ ഒരു പുനർജനിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പം ഇനി ഓക്കെ, ഇനി കാര്യങ്ങൾ എനിക്ക് മുന്നോട്ട് നീക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെയ്യുന്നതാണ്. അല്ലാതെ യൂണിവേഴ്സായിട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ മനസ്സുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ തയ്യാറാവും. ഓക്കെ, ഞാൻ ഇനി വേറെ കാര്യങ്ങൾ ചെയ്യട്ടെ, ഞാൻ വേറെ കാര്യങ്ങൾ പരീക്ഷിക്കട്ടെ, ഞാൻ ആ വഴിക്ക് ശ്രമിക്കട്ടെ, ഈ വഴിക്ക് ശ്രമിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഇനി പഴയ പോലെ അല്ല എന്ന രീതിക്ക്, ഓക്കെ, ഒരു മാറ്റം, ഞാൻ എന്തായാലും എൻ്റെ ലൈഫിനെ മാറ്റാൻ പോവുകയാണ് എന്ന രീതിക്ക് നിങ്ങളൊരു ചേഞ്ചസ് കൊണ്ടുവരുന്നതായിട്ടാണ്. ബട്ട് യെസ്, അതിന് മുമ്പ് നിങ്ങൾ ചില കാര്യങ്ങൾ ഒരു പീരിയഡ് ഓഫ് സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കും. അതിപ്പോൾ ഓൾറെഡി ഉണ്ടാവാം. നമ്മൾ സെപ്റ്റംബറിലേക്ക് കടന്ന് മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ചസ് നിങ്ങളിൽ കാണാൻ സാധിക്കും. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ മജീഷ്യൻ ഉണ്ട്. സോ നിങ്ങൾക്ക് യെസ്, എല്ലാ കഴിവും നിങ്ങളുടെ കയ്യിലുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിൽ എല്ലാ പവറും തന്നിട്ടുണ്ട്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണും ആക്ച്വലി നമ്മുടെ നമ്പർ 10 ആണ്. 10 പറഞ്ഞാലും നമുക്ക് 1 ആയിട്ട് എടുക്കാം. ഇതും 1 ആണ്. സോ യെസ്, ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലേക്ക് പവർ നിങ്ങൾ എടുക്കാൻ പോവുകയാണ്. ഓക്കെ, മറ്റുള്ളവരെ കയ്യിൽ വിട്ടുകൊടുക്കാതെ, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, അവരെന്ത് പറയുന്നു, അതൊന്നും അല്ല ഇനി മാറ്റർ. ഓക്കെ, നിങ്ങൾ സ്വയം തീരുമാനിക്കും. ഇല്ല, എനിക്ക് ഇന്നതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് സമാധാനം, നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻറ്റ്, ഓക്കെ, അത് നിങ്ങൾ തീരുമാനിക്കുക. ആൻഡ് അതിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതിനുവേണ്ടി എന്ത് ആക്ഷൻ എടുക്കണോ അതെടുക്കാൻ ശ്രമിക്കുക. ഇവിടെ സ്റ്റാർ കാർഡും 6 ഓഫ് സോർഡ്സും പറയുന്നത് നിങ്ങൾ മുന്നോട്ട് ഒരു സമാധാനം വരും എന്നാണ്, ഹീലിംഗ് വരുമെന്നാണ്. ഈ ഒരു സ്ട്രെസ്സിൽ നിന്ന് നിങ്ങളുടെ മൈൻഡ് ഒരുപാട് ഓവർ തിങ്കിങ്ങിലേക്ക് പോയി നിങ്ങൾ വിഷമിച്ചിരുന്നു, സങ്കടപ്പെട്ടിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഹീലിംഗ് വരാൻ പോകുന്നു. നിങ്ങളെ വിഷമിപ്പിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ടെൻഷൻ, സ്ട്രെസ്സ് എല്ലാം എല്ലാം മാറി നിങ്ങളൊന്ന് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതിന് പിന്നിൽ ഉപേക്ഷിക്കുന്ന ചില കാര്യങ്ങൾ, ഓക്കെ, അതാണ് റിലീസ് എന്ന് പറയുന്നത്, റിലീസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കും വേണം. ഓക്കെ, ആ പിന്നിൽ ഉപേക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന പോലെയാണ് ഇതിൽ പറയുക. അപ്പോഴാണ് ഹീലിംഗ് വരിക. നമ്മുടെ മനസ്സിനെ ഇത് ഒരേ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഐ ഹോപ്പ് ഇത് പഴയ റീഡിംഗ് ഒക്കെ എടുത്തൊന്ന് കണ്ടു നോക്കുക. ഒരേ കാര്യമാണ് പറയുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കണം. ഓക്കെ, അത് ചെയ്യുമ്പോഴേ നമ്മൾക്ക് മുന്നോട്ട്, അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഞാൻ അതുകൊണ്ട് എല്ലാം ഇവിടെ സിറ്റുവേഷൻ ഞാൻ പറയുന്നില്ല. കുറച്ച് പേർക്ക് ചിലപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, ജോലിയിൽ നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ കിട്ടുന്നില്ല, നിങ്ങളുടെ ജോലി ചെയ്യുന്നതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് വിട്ടു മാറണോ, അതോ അവിടെ ഞാൻ എനിക്ക് വേണ്ടി തന്നെ സ്റ്റാൻഡ് എടുക്കണോ, എന്താ വേണ്ടത്, അത് ചിന്തിക്കാം. എനിക്ക് അതുപോലെ ഫാമിലിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങളെ ഒരുപാട് എപ്പോഴും ഫ്രണ്ട്സൊക്കെ ആയിരിക്കും, പക്ഷെ നല്ല ചിലവരുണ്ടല്ലോ നമ്മുടെ കൂടെ നിന്ന് ചിലപ്പോൾ നമ്മളെ ഓരോ താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. സോ അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണോ. അതുപോലെ റിലേഷൻഷിപ്പിലോ, ബന്ധങ്ങളിൽ എപ്പോഴും നിങ്ങൾ മാത്രമാണോ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അങ്ങനെ പലതും നിങ്ങൾ ചിന്തിച്ച് നിങ്ങളൊരു മാറ്റം വരുത്താനുണ്ട്. നിങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത്, അല്ലാണ്ട് മറ്റുള്ളവരിലല്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. എപ്പോഴും ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മളിലാണ് വേണ്ടത്. ഞാൻ എന്താണ് ചെയ്യുന്നത് മാറ്റേണ്ടത്, അത് മാത്രം നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, ഇവിടെ 6 ഓഫ് സോർഡ്സ് പറയുമ്പോഴും നമ്മൾ മുന്നോട്ട് പോവുക, പീസ്ഫുൾ ലൈഫിലേക്ക് മുന്നോട്ട് പോവുക എന്നാണ് കാണിക്കുന്നത്. ഒരു സമാധാനത്തിലേക്ക് പോവുക. അത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ ഓക്കെ, കുറച്ച് പേർക്ക് മൂവിങ് ആയിരിക്കാം, യാത്രയുടെ ആക്ച്വലി ഇവിടെ ചാരിയറ്റും ഉണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഒരു യാത്രയുടെ കാര്യം കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ട്രാവൽ ചെയ്ത് എങ്ങോട്ടെങ്കിലും മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ ട്രാവൽ പോകാൻ, എന്തെങ്കിലും യാത്ര പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എവിടേക്കെങ്കിലും മാറിപ്പോകാനോ ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഒരു മാറ്റം എന്ന രീതിക്ക് എനിക്കിപ്പം കാണുന്നുണ്ട്. സക്സസ്, വിക്ടറി എല്ലാം വരുന്നതായിട്ടാണ്. ഓക്കെ, ബട്ട് ആൻഡ് ഇവിടെ നിങ്ങളുടെ കയ്യിൽ പവർ ഉണ്ട്. നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാം. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ആ വിശ്വാസം ആദ്യം നിങ്ങൾ അവനവനിലാണ് കൊണ്ടുവരേണ്ടത്. സെപ്റ്റംബർ മന്ത് ആക്ച്വലി വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ തുടക്കം കാണുന്നത്. എന്തായാലും ഇപ്പോൾ നോക്കുമ്പോൾ എന്തായാലും ബട്ട് ഈ അപ്പ് ആൻഡ് ഡൗൺ എനർജി വരും. എപ്പോഴും നമ്മൾ അങ്ങനെ ഫുള്ളായിട്ട് എല്ലാം പോസിറ്റീവ് എന്ന രീതിക്കൊന്നും പോവില്ല. ലൈഫാണ്, പലതും വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കും. ബട്ട് നമ്മളതൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഓരോന്നിൽ നിന്നും ഓരോ കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നമ്മളെല്ലാം പലതും പഠിക്കാനുണ്ട്. ആ പഠിച്ച് നമ്മൾ അവനവനെ തന്നെ മാറ്റുന്നതാണ് കാര്യം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഗൈഡൻസ് മെസ്സേജ് ഇവിടെ എടുക്കാം. Evil Queen, you deserve sugar, not salt. Morning, the world awaits you. Spaceship, don't be afraid to sing. ഇതൊരു weird cards ആണ്. Anyway, red, forgive. Okay. Feather, think first before you judge.
Dragons slay them all. Expectations, don't seek anyone's approval എന്നാണ്. ഇറ്റ്സ് ടൈം ഫോർ ഹീലിംഗ് നോട്ട് വാർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആക്ച്വലി 6 of Swords ഞാൻ പറഞ്ഞു ഹീലിംഗ് വരുന്നു. സ്റ്റാറും അതാ പറയുന്നത്, സ്റ്റാറും ഇതൊക്കെ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ പുതിയ പ്രതീക്ഷകളുണ്ട്, നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട്, ആൻഡ് നിങ്ങൾക്ക് ഹീലിംഗ് വരുന്നു. അതായത് ഹീലിംഗ് എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളുടെ മനസ്സ് ശാന്തമാവുക, പീസ് ആവുക, ലൈഫിലൊരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക എന്ന രീതിക്ക്. ഓക്കെ, ഇവിടെ പറയുന്ന ഈവിൾ ക്വീൻ, യു ഡിസേർവ് ഷുഗർ നോട്ട് സോൾട്ട്. നിങ്ങളുടെ ലൈഫിൽ ആരോ നിങ്ങളെ മിസ്ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് നമ്മൾ പറയില്ലേ പഞ്ചസാരയും ഉപ്പും തമ്മിൽ കണ്ടാൽ വ്യത്യാസം അറിയില്ല അല്ലേ. അപ്പം അത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് അവർ, നിങ്ങൾ പഞ്ചസാരയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് പക്ഷെ ഉപ്പാണ് കയ്യിൽ തരുന്നത് എന്നാണ് പറയുന്നത്. സോ അതെവിടെയോ മീൻസ് ഒരു അനീതി നടക്കുന്നുണ്ട് എന്ന രീതിക്ക് എടുക്കാം. നിങ്ങളുടെ ലൈഫിൽ ഒരു അനീതി, അവിടെ നിങ്ങളെ മിസ്ട്രീറ്റ് ചെയ്യുന്ന ആരോ ഉണ്ട്. ക്വീൻ എന്ന രീതിക്ക് എടുക്കേണ്ട ആരോ ആയിക്കോട്ടെ, ആരോ നിങ്ങളെ മിസ്ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അർഹിക്കുന്നത് പഞ്ചസാര തന്നെയാണ്, ഓക്കെ, അല്ലാതെ ഉപ്പല്ല എന്ന് പറഞ്ഞ പോലെ. അതായത് നിങ്ങൾ അർഹിക്കുന്നത് ശരിക്കും നല്ല കാര്യങ്ങളാണ്, നിങ്ങൾക്ക് പക്ഷെ കിട്ടുന്നത് നല്ലതല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക. അവിടെ അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരോട് നിങ്ങൾ എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു കുറ്റപ്പെടുത്താൻ പോയിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നത്, ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കാം. ഓക്കെ, സോ നിങ്ങളാണത് ചൂസ് ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യും എന്നുള്ളത് ഓരോരുത്തരുടെയും ലൈഫ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ സ്റ്റെപ്സ് എടുക്കുക അതിന് വേണ്ടത്. ആൻഡ് മോർണിംഗ് ദ വേൾഡ് അവേറ്റ്സ് യു എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് മൈൻഡോടെ അവേക്കൻ ചെയ്യുക. രാവിലെ എഴുന്നേക്കാം, ഓക്കെ, രാവിലെ എഴുന്നേറ്റ് വളരെ ഫ്രഷ് ആയിട്ട് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ലോകം തന്നെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ അവനവൻ്റെ കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നാണ്. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലത് വരും എന്ന്. വേറൊരു വ്യക്തി നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ എന്താണ് അർഹിക്കുന്നത് നിങ്ങൾ അറിഞ്ഞാൽ മതി, ദൈവം അറിഞ്ഞാൽ മതി, യൂണിവേഴ്സ് അറിഞ്ഞാൽ മതി. ഓക്കെ, അത് യൂണിവേഴ്സ് നോക്കിക്കോളും. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വരുമ്പോൾ ഇവിടെ നിങ്ങളായിട്ടാണ് ചൂസ് ചെയ്യുന്നത്. ശരി, ഉപ്പ് തന്നാലും ഞാൻ സ്വീകരിക്കാം എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? അവിടെ ആരാ തെറ്റ് ചെയ്യുന്നത്? അവരല്ല, തന്നവരല്ല, വാങ്ങുന്നവരാണ് തെറ്റ് ചെയ്യുന്നത് അല്ലേ. സോ ഇവിടെ നിങ്ങളാണ്, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അവിടെ പറയണം, ഇല്ല ഇത് എനിക്ക് പറ്റില്ല, ഇതെനിക്ക് വേണ്ട, എനിക്ക് വേറെ എനിക്ക് വേണ്ടെന്ന ഇതിനേക്കാൾ നല്ലതാണ്, ഞാൻ അർഹിക്കുന്നുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഒരു വാല്യൂ നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ, പോസിറ്റീവ് മൈൻഡോടെ ഒരു ഡേ എല്ലാ ദിവസവും തുടങ്ങുക എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ലൈനായിട്ട് തന്നെ പറയാം, ഡോണ്ട് ബി അഫ്രൈഡ് ടു സിങ് എന്ന് പറയുന്നുണ്ട്. പാട്ട് പാടാൻ മാത്രമല്ല ഇത്. ഓക്കെ, നിങ്ങളോട് പാട്ട് പാടാൻ മടിക്കണ്ട എന്നല്ല പറയുന്നത്, എന്തും നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, അതായത് നിങ്ങളുടെ കഴിവുകളുണ്ടെങ്കിൽ, ടാലൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയായിട്ട് തന്നെ ഇരിക്കാൻ നിങ്ങൾ മടിക്കരുത് എന്നാണ് പറയുന്നത്. ബി ബോൾഡ്, ബി ബ്രേവ്. ഓക്കെ, നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കുക, നിങ്ങൾ അവനവനെ. അഗെയിൻ സെയിം തിങ്. ഓക്കെ, ഫോർഗീവ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ മിസ്ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തി തിരിച്ച് നിങ്ങളെന്തിനും ഇങ്ങനെ ചെയ്തു അങ്ങനെയല്ല പറയേണ്ടത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരുന്നു, കാരണം അത് എൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സമാധാനമാണ്, അല്ലാതെ നിങ്ങൾ ചെയ്ത കാര്യം തെറ്റല്ല എന്നല്ല. പക്ഷെ ഞാൻ മാപ്പ് തരുന്നു, ബാക്കി യൂണിവേഴ്സ് നോക്കട്ടെ. ഓക്കെ, കാരണം അവർക്ക് കിട്ടാനുള്ള കർമ്മം എന്താണോ അത് യൂണിവേഴ്സ് നോക്കിക്കോളും, നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ അവരെ ഫോർഗീവ് ചെയ്ത് വിടാം. ഓക്കെ, പക്ഷെ പറയേണ്ട കാര്യം ചില സമയത്ത് പറയും വേണ്ടി വരും. അതും അവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമല്ല, നിങ്ങൾ ചെയ്തത് ഇങ്ങനെയാണ്, അത് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറയാൻ സാധിക്കും. ഇല്ല, നിങ്ങൾ എന്നോട് ചെയ്തത് തെറ്റാണ്, സോ അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്നു, വാട്ട് എവർ, എനിക്കിതിന് ഈ സിറ്റുവേഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ബട്ട് എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുക, ഞാനും എൻ്റെ വഴിക്ക് ഞാൻ ഹാപ്പി. ഓക്കെ, സോ ആ രീതിക്ക് നമ്മളെ തന്നെ ബോൾഡാക്കി കോൺഫിഡൻ്റ് ആക്കി എടുക്കുക. അത്ര എളുപ്പമൊന്നുമല്ല ഈ പറയുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം, ബട്ട് ശ്രമിച്ചു തുടങ്ങാം. ഓക്കെ, ഫർഗീവ് ചെയ്ത് വിടാം എന്ന് പറയുന്നുണ്ട്. എപ്പോഴും ഫർഗീവ്നെസ് അവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ അവരെ മാപ്പ് കൊടുത്ത് അവരെ വിട്ടുകളയല്ല. ഓക്കെ, അത് നമ്മൾ ശരിക്കും നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ചെയ്യുക എന്നാണ് അർത്ഥം. ഇവിടെ ഫെദർ തിങ്ക് ഫസ്റ്റ് ബിഫോർ യു ജഡ്ജ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനും നിൽക്കരുത് എന്നും പറയുന്നുണ്ട്. നിങ്ങളോട് മറ്റുള്ളവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് അവർ തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിക്കും പെട്ടെന്ന് അങ്ങോട്ട് ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ വലുതും ആരെങ്കിലും കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാൻ പറയുന്നുണ്ട്. സ്ലേ ദം ഓൾ, എല്ലാവരും കൊല്ലുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, എല്ലാവരുടെയും മേലെ ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഡോണ്ട് സീക്ക് എനിവൺസ് അപ്രൂവൽ, ആരുടെയും അപ്രൂവൽ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം കറക്റ്റാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ
മറ്റുള്ളവർ അപ്രൂവ് ചെയ്താലും ഇല്ലെങ്കിലും. അതുപോലെ ഞാൻ ചെറിയ ചെറിയ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. അപ്പം ജോലി ചെയ്തു നിങ്ങൾ ഓഫീസിൽ, ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എന്താണ്, നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ട് അവർ നിങ്ങളോട് പറയണം ദാറ്റ് ഓക്കെ നന്നായി ചെയ്തു എന്ന് പറയണം അല്ലേ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ ലേഡീസിൻ്റെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കാര്യം ഞാനടക്കം ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള തന്നെയാണ്. നമ്മൾ പറയും നമ്മൾ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ കണ്ടിട്ട് നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. നല്ല ഫുഡായിരുന്നു, ഇന്ന് നന്നായി ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു നല്ല വാക്ക് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കും അല്ലേ. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ചെയ്ത വർക്ക് ഞാൻ ചെയ്തത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ കറക്റ്റായി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാറ്റിസ്ഫാക്ഷൻ എൻ്റെ ഉള്ളിലാണ് വേണ്ടത്. ഓക്കെ, വേറൊരാൾ വന്ന് പറഞ്ഞിട്ട് വേണ്ട എനിക്ക്. ഓക്കെ സോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും നമ്മുടെ ഉള്ളിലാണ് വേണ്ടത്. അതേപോലെ തന്നെ ഞാൻ ആക്ച്വലി ഈ കവിതകൾ കുറച്ചൊക്കെ എഴുതും. കുറച്ചൊരു പഠിക്കുക ഒരു പരിപാടി ഉണ്ട്. ഇപ്പോൾ കുറച്ചായിട്ടില്ല, മുമ്പൊക്കെ അത് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഞാൻ എഴുതിയ വരി എൻ്റെ മനസ്സിന് സാറ്റിസ്ഫൈ ആണോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ആർക്കെങ്കിലും വായിച്ചിട്ട് അവർക്ക് ഇഷ്ടമായോ ഇല്ലേ. കാരണം ഞാൻ ഇത് ചെയ്തിട്ട് എനിക്ക് ജയിക്കാനോ എനിക്ക് പ്രൈസിനോ അവാർഡിനോ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ വരുന്ന വരികൾ എനിക്കിഷ്ടം പോലെ അത് ഞാൻ എഴുതുന്നു, ഫേസ്ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. അത് വായിച്ചാൽ വായിക്കട്ടെ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ എനിക്കതിൻ്റെ ഒരു അപ്രീസിയേഷൻ വേണം എന്ന രീതിക്ക് എനിക്ക് തോന്നിയിട്ടില്ല. അത് വേറൊന്നും കൊണ്ടില്ല, അത് ബിക്കോസ് എൻ്റെ മനസ്സിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ മനസ്സിൽ വന്ന വരി ഞാൻ അവിടെ എഴുതി കുറിച്ചിട്ടു, കഴിഞ്ഞു, എൻ്റെ പരിപാടി അവിടെ തീർന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആരിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. അതൊക്കെ ഇങ്ങനെ നമ്മൾ കുറേ ആയിട്ട് ഇങ്ങനെ ആയിട്ട് വരുന്നതാണ്. നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ അങ്ങനെ ബിൽഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒന്ന് മാറ്റിയെടുക്കുക. നിങ്ങളെ തന്നെ എപ്പോഴും നമ്മൾ അവനവനിൽ സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും നെഗറ്റീവായിട്ടൊന്നും എടുക്കരുത്. ഇനി ഒരിക്കൽ ഇതിനെ വലിയ വീഡിയോസ് ആയിട്ട് എനിക്ക് എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്, സെൽഫ് ലവ് ക്ലാസ് അങ്ങനത്തെ. ഞാൻ കുറച്ച് ആക്ച്വലി സബ്സ്ക്രിപ്ഷൻ വെക്കാൻ ഞാൻ ആലോചിക്കുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് കുറച്ച് സ്പെഷ്യൽ വീഡിയോസ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ. പക്ഷേ അതിന് എനിക്ക് കൂടി സമയം വേണം, ലേശം ഇരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അതുകൂടി പ്ലാൻ ചെയ്തിട്ട് നോക്കട്ടെ, ഈ മാസം അടുത്ത മാസം ആകുമ്പോഴേക്കും എനിക്ക് അങ്ങനെ കുറച്ച് ആലോചനയുണ്ട്. സോ സബ്സ്ക്രിപ്ഷൻ വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് പറയാം, ജോയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചാനൽ മെമ്പർഷിപ്പ്, യെസ് ഓക്കെ, മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വെച്ചാൽ അവിടെ ഞാൻ സ്പെഷ്യൽ വീഡിയോസും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ചാറ്റ്സ് കാര്യങ്ങൾ പ്ലസ് കുറച്ച് എന്താ പറയുക ലൈവ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരങ്ങൾ അങ്ങനെ കുറച്ച് എക്സ്ട്രാ ചെയ്യണം എന്നുണ്ട് എനിക്ക്. അത് ഒരു തുടക്കം ഇട്ട് വെച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. എൻ്റെ ഒരു സോ നമുക്ക് ഐ ഹോപ്പ് എനിക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ പറ്റുമെന്ന് ഞാനും ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.